നമ്മളിപ്പോൾ എവിടെ ഐസ്? ഓൾഡ് പോർട്ട് മീന ഡിസ്ട്രിക്റ്റിലെ. ദിസ് ഇസ് മീന ഡിസ്ട്രിക്റ്റ്, ഓൾഡ് പോർട്ടിലുള്ളതാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കളർഫുൾ പേസ്റ്റൽ ബിൽഡിങ്സ് ആണ് മൊത്തം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫേമസ് ഫിഷ് മാർക്കറ്റ് ഉണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ലക്ഷറിയസ് ആൻഡ് പോഷ് മാർക്കറ്റാണ്. പിന്നെ ഇവിടെ കണ്ടോ, ഈ ഒരു ഏരിയയിൽ രാവിലെ ഒരു 5 മണി 8 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ലേലത്തിൽ മീൻ വാങ്ങിക്കാൻ പറ്റും. ഇതുണ്ട് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്. ഫിഷ് മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ മുകളിൽ കൊടുത്തേക്കാം, നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. ഇവിടെ ഖത്തറിൽ വന്നു കഴിഞ്ഞാൽ വരാൻ പറ്റുന്നൊരു ബെസ്റ്റ് സ്ഥലമാണ്. കാരണം ഇവിടെ ഒരുപാട് ഫോട്ടോജനിക് ബിൽഡിങ്സ് ഉണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ കുറേ വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ മിക്ക ബിൽഡിങ്സിലും. ഇതുണ്ടോ, ഇതുപോലെ എല്ലാം സ്റ്റെപ്ഡ് ഏരിയാസാണ് കേട്ടോ. അത് ഒറ്റ ഫ്ലാറ്റ് സർഫേസിലല്ല, സ്റ്റെപ്ഡ് ഏരിയ ആയിട്ടുള്ള. അവിടെ ആണെങ്കിൽ അത് സ്ലോപ്പാണ്, ഇവിടെ സ്റ്റെപ്സ് ഉണ്ട്. ഇങ്ങനെ കുറേ കളർഫുൾ ബിൽഡിങ്സിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കാം. ഞങ്ങളിപ്പോൾ വന്നേക്കുന്ന നട്ടുച്ച സമയത്താണ്. പക്ഷേ നിങ്ങൾ വരികയാണെങ്കിൽ ആഫ്റ്റർ ഒരു 5 വരിക, സൺസെറ്റ് ടൈം കൊള്ളിച്ചിട്ട് വരാം കേട്ടോ. ആ സമയത്ത് ഇവിടെ തിരക്കുണ്ടാവുന്നത്. ഇവിടെ ഫുള്ള് ലൈറ്റ്സൊക്കെ ആയിരിക്കും അവിടെ. ഇപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഡാർക്കായിപ്പോയി, ബിൽഡിങ്സിൻ്റെ കളറ് അത്രയും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുണ്ടോ അവിടെ ആർട്ട് വർക്ക്സ് ഉണ്ടോ, വരച്ച് വെച്ചേക്കുന്നതുണ്ടോ ബോളിൽ. ഇങ്ങനെ മിക്ക വോൾസിലും, ഈ വോൾസ് കാണിച്ചോ, അത് കാണിച്ചോ, അതുപോലെ മിക്ക വോൾസിലും ഇവിടെ പടം വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് മെയിൻ ഒരു സംഭവം. ഇവിടെ വന്നിട്ട് നമ്മുടെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ആൾക്കാർ എടുക്കാറുണ്ട്. സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ പറ്റിയില്ല, സമയം കിട്ടാഞ്ഞുകൊണ്ട്. അതുണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോർണിഷ് കാണാം. ഇവിടുത്തെ നിയർ ബൈ അട്രാക്ഷൻസ് ആണ് മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്. ഇവിടെ നിന്ന് 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ. പിന്നെ സൂക്ക് വാക്കിഫ്, അതിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മുകളിൽ കൊടുത്തേക്കാം. കോർണിഷ് വാക്ക് വേ, ബോക്സ് പാർക്ക്, ഇതെല്ലാം ഇവൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബോക്സ് പാർക്കിൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്, അപ്പോൾ അത് കാണിച്ചു തരാം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കോർണിഷും കാണാം, സീയും കാണാം, ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്സും കാണാം, എല്ലാം കാണാം കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ കണ്ടോ, അവിടെയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് വെഹിക്കിൾസ് അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ പീസ്ഫുള്ളായിട്ട് ഈ ബിൽഡിങ്സിൻ്റെ ഇടയിൽ കൂടി നടക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ കുറേ ആൻറ്റിക് ഷോപ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനായിട്ടാണെങ്കിൽ മെയിനായിട്ടുള്ള ഇങ്ങനെ ആൻറ്റിക് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക്, അതിതാണോ, ഇത് ജഗ്ഗല്ലേ? 2 കളേർഡ് സീ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ ഈവനിങ് ഒരു സൺസെറ്റ് ടൈം ആകുമ്പോൾ ആൾക്കാർ സൺസെറ്റ് കാണാനായിട്ട് വരും. അപ്പോൾ കുറച്ചും കൂടി തണലായിരിക്കും. ഇപ്പം ഇച്ചിരി വെയിലുണ്ട്, നോക്ക്. നമുക്കിവിടെ ബോട്ട് റൈഡ്സ് ഒക്കെ പോകാം കേട്ടോ. നമുക്കിവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. ബോട്ട് റൈഡും പിന്നെ വാട്ടർ റൈഡ്സിനൊക്കെ പോകാൻ പറ്റും. അതുകൊണ്ടോ, ആ നേരെ കാണുന്നത് ഗ്രാൻഡ് ക്രൂസ് ടെർമിനലാണ് കേട്ടോ. അതിൻ്റെ അകത്താണ് ഇപ്പോൾ സിറ്റി ഗാലറി അക്വേറിയം ഉള്ളത്. നമ്മൾ ഇതൊക്കെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് അക്വേറിയത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അറ്റ് ദ എൻഡ് ഓഫ് ദ വീഡിയോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ആ സിറ്റി ഗാലറി അക്വേറിയം കാണിക്കും. ഇതുണ്ട്, ഇതുപോലത്തെ ചെറിയ ബോട്ടിലൊക്കെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. നമുക്ക് അതിൽ ചെറിയ പേയ്മെൻറ്റ് വരും, അത് നമ്മൾ എടുത്തിട്ട് നമുക്കിതിലേക്ക് റൈഡിനൊക്കെ പോകാൻ പറ്റും. ഒരുപാട് വാട്ടർ റൈഡ്സും ഒക്കെ നമുക്കിവിടെ പോകാൻ പറ്റും. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടോ, അതാണ് 974 സ്റ്റേഡിയമാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ അടുത്തുകൂടി തന്നെ നിങ്ങൾക്ക് കണ്ടോ വാട്ടർ റൈഡൊക്കെ ആൾക്കാർ വാട്ടർ ജെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതുണ്ടോ, വൺ സൈഡ് ഫുള്ള് സീ ആണെങ്കിൽ അതർ സൈഡ് ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് ആണ്. നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് ഈ ഒരു വ്യൂ നമുക്ക് എൻജോയ് ചെയ്യാം. ഞങ്ങളിടയ്ക്ക് ഈവനിങ് ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് കേട്ടോ. പക്ഷേ വീക്കെൻഡ്സിൽ കുറച്ച് തിരക്ക് കൂടുതലായിരിക്കും ഈവനിങ് ടൈമിൽ. ഈ ഒരു ഏരിയ ഉണ്ടോ, ഇത് നടുക്കായിട്ട് ഇവിടെ കുറച്ച് ഏരിയ ഇങ്ങനെയുണ്ട്, വിത്ത് സ്റ്റെപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വരുമ്പോൾ ആ ഒരു ഏരിയ ഉണ്ടോ, അവിടെ ആയിട്ടാണ് നമ്മുടെ പരിപാടിയൊക്കെ മിക്കപ്പോഴും ഉണ്ടാവാറുള്ളത്.
ഇത് പണ്ടത്തെ ദോഹ പോർട്ടായിരുന്നു കേട്ടോ. ട്രേഡ് ഷിപ്സും ഫിഷിംഗ് ബോട്ട്സും ഒക്കെ ആയിട്ടുള്ള ഒരു ദോഹ പോർട്ടായിരുന്നു ഇപ്പോഴത്തെ മിനാ ഡിസ്ട്രിക്റ്റ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് 2022 നടന്ന സമയത്ത് വിസിറ്റേഴ്സിനെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഇവർ റീഡിസൈൻ ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ അത് ഒരു പെർമനൻറ്റ് കൾച്ചറൽ സോണാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങോട്ടേക്ക് അട്രാക്റ്റും ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഒറിജിനൽ അല്ല, സ്റ്റാച്ചു ആണ്. ഇതിൻ്റെ ലൊക്കേഷൻ നിയർ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട് കോർണിഷ് ആണ്. അപ്പോൾ നിങ്ങൾ കാറിനൊക്കെയാണ് വരുന്നതെങ്കിൽ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങും ഔട്ട്ഡോർ പാർക്കിങ്ങും ഉണ്ട്. പാർക്കിംഗ് ഫ്രീ ആണ്. മെട്രോയ്ക്കാണ് വരുന്നതെങ്കിൽ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ സൂക്ക് വാക്കിഫിലാണ്. അവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. അതല്ലെങ്കിൽ ടാക്സിക്കും വരാവേ. ചൂടുണ്ട് ഐസ്. ഇത് ഫേമസ് ഒരു ഫോട്ടോ സ്പോട്ടാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇവിടെ ചേച്ചിയൊക്കെ ആയിട്ട് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുള്ളത് അല്ലേ? കാണിച്ചു കൊടുക്കുക ഐസൊക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പേസ്റ്റൽ കളേർഡ് ബിൽഡിങ്സിൻ്റെ ഇടയിലൊക്കെ കൂടി നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ സൺസെറ്റൊക്കെ കണ്ട് അവിടുന്ന് അടുത്തുള്ള റെസ്റ്റോറൻറ്റ്സിൽ സീ ഫുഡ് സ്പെഷ്യലൊക്കെ കഴിച്ച് നിങ്ങൾക്കൊരു ഡേ ഇവിടെ വാട്ടർ റൈഡും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ട് പോവാം. ഇതാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ബോക്സ് പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കൂടി പോവാം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് ഇതിൻ്റെ അഡ്ജസ്റ്റൻറ്റ് പാർക്കാണ്, ഓൾഡ് പോർട്ടിൻ്റെ. ഇതെല്ലാം ഈ സൈഡിൽ കാണുന്നതൊക്കെ പാർക്കിംഗ് ഏരിയാസാണ്. ആ കുറേ ബിൽഡിങ്സ് കാണുന്നില്ലേ ബാക്ക്ഗ്രൗണ്ടിൽ, അത് കോർണിഷാണ്. ഈ കാണുന്നതാണ് നമ്മുടെ മിനാ ഡിസ്ട്രിക്റ്റ്. മിനാ ഡിസ്ട്രിക്റ്റ് നമ്മൾ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. പോകുന്ന വഴി നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ കടകളൊക്കെ കാണാം. ഇപ്പോൾ സോനിയേഴ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പറ്റും. ഇതാണ് ഇവിടുത്തെ മെയിൻ റൗണ്ട് അബൌട്ട് എന്ന് പറയുന്നത്. ഈ റൗണ്ട് അബൌട്ടിന് റൈറ്റ് പോകുമ്പോൾ ഇവിടാണ് മെയിൻ പാർക്കിംഗ് ഏരിയ വരുന്നത്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് ആ ഒരു ഏരിയയിലോട്ട് ഞങ്ങൾ നേരത്തെ ഒരു ഫിഷിംഗ് എക്സിബിഷന് പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ മുകളിലും ലിങ്ക് കൊടുക്കാം. അവിടെയാണ് നടന്നത്. പിന്നെ ഇതാണ് ഇപ്പോൾ നമ്മൾ വന്ന മിനാ ഡിസ്ട്രിക്റ്റ്. സ്ട്രെയിറ്റ് പോകുമ്പോൾ ആ ഒരു ഡോം സ്ട്രക്ചർ കാണുന്നില്ലേ, അതാണ് നമ്മുടെ ഫിഷിംഗ് നമ്മൾ പോയിട്ടുള്ള മാർക്കറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇത് ഫുള്ള് പാർക്കിംഗ് ഏരിയ ആണ്. പിന്നെ പാർക്കുമാണ് ആ ഒരു ഏരിയയിലുള്ളത്. പിന്നെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ കളേർഡ് വാൾസ് കാണുന്നില്ലേ, ഇത് എന്തായിരുന്നു? കണ്ടെയ്നർ സ്റ്റോഴ്സ് ആണ്. കണ്ടെയ്നർ ബോക്സസിൽ ഓരോ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ. അതെ, ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന് ഇങ്ങനെ നേരെ പോവാന്നടുത്ത് നമ്മുടെ ഫിഷിങ്, നമ്മുടെ ഷിപ്പെല്ലാം നിർത്തിയിടുന്ന സ്ഥലം നേരത്തെ ആ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് എത്താൻ ഈ സ്ട്രെയിറ്റ് എടുത്ത് പോയാൽ മതി. ഇത് മിനാ ഡിസ്ട്രിക്റ്റിൻ്റെ അടുത്തുള്ള പാർക്കാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ബോക്സ് പാർക്കിലും സിറ്റി ഗാലറി അക്വേറിയത്തിലും ഗ്രാൻഡ് ക്രൂസ് ടെർമിനലിലും ഒക്കെ പോയിരുന്നു. പക്ഷെ അതെല്ലാം കൂടി ഈ ഒരൊറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് സിറ്റി ഗാലറി അക്വേറിയം, ഗ്രാൻഡ് ക്രൂസ് ടെർമിനൽ, ബോക്സ് പാർക്കിനെയൊക്കെ പറ്റിയിട്ട് അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.